guys, it's me Jobin from MS Solutions. Any എന്തിനു വേറെ സൊല്യൂഷൻസ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ഈ ചോദ്യങ്ങളൊന്ന് കണ്ണോടിച്ച് പോവുക. ഉറപ്പായും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ചെറിയൊരു വീഡിയോ ആണിത്. ഉറപ്പായും നിങ്ങൾ ഈ ചോദ്യങ്ങൾ കണ്ടുപോവുക, ഉത്തരങ്ങൾ കണ്ടുപോവുക. എന്താണ് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം? നിങ്ങളുടെ മലയാളം സെക്കൻഡ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കാൻ സാധിക്കും. നമ്മൾ പോകുന്നു ആദ്യത്തെ ചോദ്യത്തിലേക്ക്. മാർക്കോസിന് ഉറക്കം വന്നില്ല. ആ പ്രവൃത്തി ഒരു മുൻകൈയെടുക്കലായി പോയി, യുദ്ധത്തിന് കാരണമായി പോയി. അങ്ങനെ മുകളിൽ നിന്ന് കീഴോട്ടൂർന്നിറങ്ങുന്ന മാർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായും അയൽവക്കക്കാരായി പാർത്തു. കോഴിയും കിഴവിയും സൂചനകളും കഥയിലെ മറ്റു സന്ദർഭങ്ങളും വിലയിരുത്തി മാർക്കോസ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. കഥാപാത്ര നിരൂപണമാണ് 6 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ് മാർക്കോസ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനാണ് ചോദ്യം. എന്താണ് മാർക്കോസ് എന്ന് പറയുന്ന കഥാപാത്ര പ്രത്യേകത? മാർക്കോസ് നല്ലവനായ അയൽവാസിയാണ് മാർക്കോസ്, അല്ലെ? ആ ഒരു കുടുംബത്തിൽ മത്തായിയേക്കാളും നല്ലവനായ ഒരു കഥാപാത്രമായി ആര് വരുന്നു? മാർക്കോസ് വരുന്നു. പരാതികളോ പരിഭവങ്ങളോ ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു മത്തായിയേക്ക് അപേക്ഷിച്ച് നല്ലൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ മാർക്കോസ്. പിന്നെയോ വിശാല മനസ്കനായ അപ്പന്റെ മകൻ. ഈ മാർക്കോസിന്റെ പിതാവല്ലേ നമ്മുടെ മത്തായിയുടെ അമ്മക്ക് ജീവിക്കാനുള്ള പണവും ഉപാധികളും കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പിതാവിന്റെ മകനാണ് ആര് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാർക്കോസ്. മത്തായിയോടും അമ്മയോടും സൗഹൃദം. മത്തായിയോടും അമ്മയോടും സൗഹൃദം മാത്രമേ ആർക്കുള്ളൂ? നമ്മുടെ മാർക്കോസിനുള്ളൂ. പക്ഷേ മാർക്കോസിന്റെ കുടുംബ സ്വത്ത് കൈയെടുക്കാൻ ആഗ്രഹിച്ച മത്തായിയോ സ്വാർത്ഥതയുടെ ഒരു പ്രതിരൂപമായും കടന്നു വരുന്നു. പിന്നെ എന്താണ്? കോഴി ഏറെ കൊണ്ട് ചത്ത വിവരം അയൽവാസിയെ അറിയിക്കുന്നത് അത് പിന്നെ പോലീസ് കേസായി മത്തായി മാറ്റുന്നു, അല്ലെ? കോഴി ഏറെ കൊണ്ട് മരണപ്പെട്ടു, അല്ലെ? മാർക്കോസിന്റെ മകൻ കോഴി എറിഞ്ഞു കൊന്നു. പക്ഷേ ആ കോഴി മാർക്കോസ് കറി വെച്ച് തിന്നില്ല. അത് മാർക്കോസിന്റെ ഭാര്യ മത്തായിയുടെ ഭാര്യയെ ഏൽപ്പിച്ചു. അത്രമാത്രം ഒരു സത്യസന്ധനായ കഥാപാത്രമായി നമുക്ക് ആരെ കാണാൻ സാധിക്കും? നമ്മുടെ മാർക്കോസിനെ കാണാൻ സാധിക്കും. പിന്നീട് എന്താണ്? മത്തായി അത് കള്ളക്കേസായി മാറ്റി പോലീസിനെ കൊണ്ട് ആരെ പിടിപ്പിച്ചു? നമ്മുടെ മാർക്കോസിനെ പിടിപ്പിച്ചു എന്നും കാണാൻ സാധിക്കും. കുടുംബസ്നേഹമുള്ള സഹോദരൻ. അത്രമാത്രം കുടുംബസ്നേഹമുള്ള ഒരു സഹോദരൻ ആര്? മാർക്കോസ് എന്ന് പറയുന്നത്. തന്റെ സഹോദരിമാരെല്ലാം കെട്ടിച്ചയച്ച് കടബാധ്യതനായ വ്യക്തിയാണ്. ഇല്ല, സ്വത്തുക്കൾ മുഴുവനും സഹോദരിമാർക്ക് വേണ്ടി ചെലവഴിച്ച് കടബാധ്യതനായ കുടുംബസ്നേഹമുള്ള സഹോദരനാര്? മാർക്കോസ് എന്ന് പറയുന്നത്. സഹോദരിമാരുടെ വിവാഹത്തിന് വിൽക്കുന്നു, അല്ലെ? സഹോദരിമാരുടെ വിവാഹത്തിന് തന്റെ സ്വത്തുക്കളെല്ലാം അദ്ദേഹം വിറ്റു തുലയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്വത്ത് മത്തായി വാങ്ങിക്കൂട്ടുന്നു, സാമ്പത്തികം തകരുന്നു, അല്ലെ? ആ സ്വത്ത് ആരാണ് വാങ്ങിക്കൂട്ടിയത്? മത്തായിയാണ്. മാർക്കോസിന്റെ സ്വത്ത് മുഴുവൻ വാരിക്കൂട്ടിയത് ആരാണ്? മത്തായിയാണ്. അത്തരത്തിൽ മത്തായി നിന്നും മാർക്കോസ് വേറിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്? മാർക്കോസിന്റെ കുടുംബസ്നേഹവും സ്വാർത്ഥതയില്ലാത്ത ജീവിതവും തന്നെയാണ്. പിന്നെയോ സ്നേഹം, മനുഷ്യനന്മ തുടങ്ങിയ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കഥാപാത്രം, അല്ലെ? സ്നേഹമുള്ള കഥാപാത്രമാണ്, മനുഷ്യനന്മയുള്ള കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ മൂല്യങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കുന്ന കഥാപാത്രമായി കോഴിയും കിഴിയും എന്ന കഥയിൽ ആര് പ്രത്യക്ഷപ്പെടുന്നു? നമ്മുടെ പ്രിയപ്പെട്ട മാർക്കോസ് പ്രത്യക്ഷപ്പെടുന്നു എന്ന് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം, കോഴിയും കിഴവിയും എന്ന കഥയിലെ അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. 6 മാർക്കിന്റെ ചോദ്യമാണ് അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്നത്. നോക്കാം. ഗ്രാമീണതയുടെ പ്രതീകമാണ് ആര്? അമ്മ. ഈ ഗ്രാമീണതയുടെ സൗന്ദര്യം തന്നെയാണ് കാരൂരിന്റെ കഥകളിലും കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കോഴിയും കിഴിയും എന്ന കഥയിലെ അമ്മ എന്നത് ഒരു പ്രശ്ന പരിഹാരമാണ്. കോഴി പ്രശ്നവും അമ്മ പരിഹാരവുമായി വരുമ്പോൾ ഗ്രാമീണതയുടെ പ്രതീകമായി, നന്മയുടെ പ്രതീകമായി ആര് വരുന്നു? അമ്മ വരുന്നു. അതുകൊണ്ടല്ലേ മത്തായി കേസ് കൊടുത്ത് മാർക്കോസിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ സത്യം തുറഞ്ഞു പറഞ്ഞ് ആ നിഷ്കളങ്കനായ സത്യസന്ധനായ മാർക്കോസിനെ പോലീസിൽ നിന്നും അമ്മ രക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഗ്രാമീണതയുടെ നന്മയുടെ പ്രതീകമാണ് അമ്മ എന്ന് പറയുന്നത്. ജീവിതം ഒരു പോരാട്ടമായിരുന്നു. തന്നെ മത്തായിയെയും കുടുംബത്തെയും ഈ മത്തായിയുടെ അമ്മയായ ഈ അമ്മ എന്ത് ചെയ്തു? പോരാട്ടത്തിലൂടെ ദാരിദ്ര്യമൊന്നും അറിയിക്കാതെ വളർത്തി വലുതാക്കി. അതുകൊണ്ട് തന്നെ നല്ലൊരു അമ്മയാണ് ആര്? നമ്മുടെ ഈ മത്തായിയുടെ അമ്മ എന്ന് പറയാൻ സാധിക്കും. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരും തന്നെ ഇല്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ശക്തിയായ ഒരു പോരാളിയാണ് മാർക്കോസിന്റെ മത്തായിയുടെ അമ്മ എന്ന് പറയുന്നത്. പട്ടിണിയോട് പൊരുതി ജീവിച്ച വിജയം, അല്ലെ? ചെറുപ്പകാലത്ത് തന്റെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പട്ടിണി കടന്നാണ് മത്തായിയെ വലുതാക്കിയത്. അതുകൊണ്ട് തന്നെ പട്ടിണിയോടും ദാരിദ്ര്യത്തിനോടും കഷ്ടപ്പാടിനോട് പൊരുതിയ ഒരു നല്ലൊരു വീട്ടമ്മയെ കാണാൻ സാധിക്കും. അഭയം നൽകിയ കുടുംബത്തിനോട് നന്ദിയും കടപ്പാടും കരുതലും മാർക്കോസിന്റെ
കുടുംബത്തിൽ മാർക്കോസിന്റെ പിതാവാണ് ആർക്ക് കൊടുത്തത്? സമ്പാദ്യങ്ങള് നമ്മുടെ ഈ അമ്മക്ക് കൊടുത്തത്. ഈ അമ്മക്ക് ജീവിക്കാൻ ഉപാധികളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ മാർക്കോസിന്റെ പിതാവ് കൊടുത്ത കുറച്ച് പണത്തിലാണ് ജീവിതോപാധി ആര് കണ്ടെത്തിയത്? ഈ അമ്മ. അതുകൊണ്ട് തന്നെ മാർക്കോസിനോട്, മാർക്കോസിന്റെ പിതാവിനോട് നന്ദിയും കടപ്പാടുമുള്ള ഒരു സ്ത്രീയായി ആര് മാറുന്നു? കഥയിലെ അമ്മ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അമ്മ തരുന്നത്. കാരണം എന്താണ്? ജീവിതത്തിൽ നന്ദിയും കടപ്പാടുമുള്ളവരായി നിങ്ങൾ മാറുക എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി അമ്മ നമുക്ക് തരുന്നു. മകന്റെ വഴിവിട്ട പെരുമാറ്റത്തിൽ ദുഃഖമുള്ള സ്ത്രീ അല്ലെ, മത്തായിക്ക് എന്തു മാത്രമേ ഉള്ളൂ? പണം 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 മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ മത്തായിയുടെ പണം നിറഞ്ഞ, സ്വാർത്ഥത നിറഞ്ഞ ജീവിതത്തിൽ സങ്കടപ്പെടുന്ന ഒരു അമ്മയായും അമ്മയെ കാണാൻ സാധിക്കും. മകൻ ഒരുക്കിയ ചതിയിൽ നിന്നും മാർക്കോസിനെ രക്ഷിക്കുന്നു. അവസാനം സ്വാർത്ഥ ലാഭത്തിനായി മാർക്കോസിന്റെ സ്വത്ത് കൈയടക്കാൻ വേണ്ടി മാർക്കോസിന് കള്ളക്കേസ് കൊടുത്ത് പോലീസ് പിടിക്കുമ്പോൾ ആ പോലീസിൽ നിന്നും മാർക്കോസിനെ രക്ഷിക്കാൻ വേണ്ടി ആര് വരുന്നു? ഈ അമ്മ വരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമീണതയുടെയും നന്മയുടെയും പ്രതീകമായി കോഴിയും കിഴവിയും എന്ന കഥയിലെ അമ്മ മാറുന്നു എന്ന് പറയാൻ സാധിക്കും. അടുത്ത ചോദ്യം എന്താണ്? അയൽപക്കത്ത് അത്താഴ പട്ടിണിക്കാർ പാർത്താൽ അതൊരു സ്വൈര്യക്കേടാണെന്ന് അവൻ അറിയാം. കോഴിയും കിഴവിയും. മാർക്കോസിനോടുള്ള മത്തായിയുടെ സമീപനം കഥാ സന്ദർഭത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ. കഥ വിശകലനം ചെയ്ത് മത്തായി എന്ന കഥാപാത്ര നിരൂപണം ചെയ്യുക. 6 മാർക്കിന്റെ ചോദ്യം വീണ്ടും വന്നു. കഥാപാത്ര നിരൂപണം മത്തായി. അപ്പൊ മക്കളെ, മത്തായി, മാർക്കോസ്, അമ്മ പ്രധാനമായും ചോദിക്കാവുന്ന കഥാപാത്ര നിരൂപണത്തിലെ ചോദ്യം തന്നെയാണ്. ഇവ പഠിച്ചിട്ട് പോകണം. നോക്കാം എന്താണ് മത്തായിയുടെ കഥാപാത്ര നിരൂപണത്തിന്റെ സവിശേഷത എന്ന്. അമ്മയോട് അല്പം പോലും ബഹുമാനമില്ല. അമ്മയോട് യാതൊരു തരത്തിലും ബഹുമാനമില്ലാത്ത മകനാണ് ആര്? മത്തായി. എന്തും വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി മാത്രമാണ് ജീവിതത്തിലുള്ളത് അല്ലെ. എന്തും വെട്ടിപ്പിടിക്കാൻ, സമ്പത്ത്, പണം, അധികാരം, അത് മാത്രമേ ആർക്കുള്ളൂ? മത്തായിക്ക് ആഗ്രഹമുള്ളൂ എന്ന് കാണാൻ സാധിക്കും. ഒന്നിനോടും സഹാനുഭൂതിയോ മമതയോ ഇല്ല. ആരോടും സ്നേഹമോ സഹാനുഭൂതിയോ സഹായിക്കാനുള്ള മനസ്സോ ആർക്കില്ല? നമ്മുടെ മത്തായിക്കില്ല. പണം മാത്രമേ, സ്വാർത്ഥ താല്പര്യം മാത്രമേ മത്തായിക്ക് ലക്ഷ്യമായിട്ടുള്ളൂ. സമ്പത്തിനോട് മാത്രമാണ് ഇഷ്ടവും പ്രിയവും. സമ്പത്ത് മാത്രമാണ് മത്തായിയുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യ നന്മയോ മാനുഷിക മൂല്യങ്ങളോ ആര് കാത്തു സൂക്ഷിക്കുന്നില്ല? നമ്മുടെ മത്തായി കാത്തു സൂക്ഷിക്കുന്നില്ല കാണാൻ സാധിക്കും. കടന്നു വന്ന വഴികൾ ഓർക്കുന്നതേ ഇല്ല അല്ലേ. മാർക്കോസിന്റെ പിതാവല്ലേ മത്തായിയുടെ അമ്മക്ക് ജീവിക്കാനുള്ള പണം കൊടുത്തത്. പക്ഷേ ആ നന്ദിയും കടപ്പാടും വന്ന വഴികളെ കുറിച്ചുള്ള ഓർമ്മ ആർക്കില്ല? നമ്മുടെ മത്തായിക്കില്ല എന്ന് കാണാൻ സാധിക്കും. ആരോടും നന്ദിയും കടപ്പാടും സൂക്ഷിക്കാത്ത വ്യക്തിയാണ്. അയൽവക്കക്കാരനായ മാർക്കോസിന്റെ ബാക്കിയുള്ള പുരയിടവും സ്വന്തമാക്കണമെന്ന ചിന്ത മാത്രം അല്ലേ. ബാക്കിയുള്ള മാർക്കോസിന്റെ സ്വത്തുക്കളെല്ലാം മത്തായി നേടിയെടുത്തു. ഇനി ആ പുരയിടവും കൂടി സ്വന്തമാക്കാനുള്ള കുബുദ്ധിയാണ് ആർക്കുള്ളത്? സ്വാർത്ഥതയാണ് ആർക്കുള്ളത്? മത്തായിക്കുള്ളത്. മാർക്കോസിന്റെ സ്ഥലം സ്വന്തമാക്കാൻ അയാളെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു അല്ലെ. മാർക്കോസിന്റെ സ്ഥലം സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ കള്ളക്കേസ് കൊടുത്ത് കോഴിയെ കൊന്നു എന്ന് പറഞ്ഞ കള്ളക്കേസ് കൊടുത്ത് അദ്ദേഹത്തെ ജയിലിലാക്കാൻ ശ്രമിക്കുന്നതും ആ സ്വാർത്ഥത വ്യക്തമാണ്. മാർക്കോസ് ചെയ്യുന്നതിനെല്ലാം എതിര് നിൽക്കുക എന്നത് മത്തായിയുടെ വ്രതമായിരുന്നു. അയൽവക്കക്കാരനോട് തീർത്തും സ്നേഹമോ സഹാനുഭൂതിയോ ഇല്ലാത്ത അയൽവക്കക്കാരനായിരുന്നു ആര്? മത്തായി എന്ന് പറയുന്നത്. ചീഞ്ഞളിയുന്ന വസ്തുക്കൾ അയൽക്കാരന്റെ പറമ്പിലേക്ക് എറിഞ്ഞ് ഏതു തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം അല്ലേ. അയൽക്കാരനെ ഏതു തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന മലയാളികളുടെ ഒരു സ്വാഭാവിക സ്വഭാവം ആർക്കുണ്ട്? നമ്മുടെ മത്തായിക്കുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ അല്ലടാ. അടുത്ത ചോദ്യം നമ്മുടെ പണയം എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ചെമ്പ് മത്തായിയുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വയ്ക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ ആരോ പറിച്ചു മാറ്റുന്നത് പോലെ അയാൾക്ക് തോന്നി. എന്റെ കണക്കൊക്കെ തെറ്റിയില്ലോ മത്തായി മൂപ്പരെ, ഒക്കെ നിങ്ങൾ എഴുതി വയ്ക്കണം. സൂചനകളും പാഠഭാഗവും പരിഗണിച്ച് ചാക്കുണ്ണി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. 6 മാർക്കിന്റെ ചോദ്യം എന്താണ്? ചാക്കുണ്ണി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനാണ് ചോദ്യം. നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ചാക്കുണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തെ പ്രധാനപ്പെട്ട കഥാപാത്രമാട്ടോ ചാക്കുണ്ണി എന്ന് പറയുന്നത്. ചാക്കുണ്ണി ആറാട്ടുകുന്നിലെ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ വ്യക്തി. ആറാട്ടുകുന്നി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആദ്യമായി റേഡിയോ വാങ്ങിച്ച വ്യക്തിയാണ് ചാക്കുണ്ണി എന്ന് പറയുന്നത്. ജീവിതാവസ്ഥ വളരെ ദയനീയം, തൽക്കാലം അല്ലെ, ദാരിദ്ര്യം നിറഞ്ഞ ഒരു തയ്യൽക്കാരനായിട്ട് പോലും അദ്ദേഹം ആഗ്രഹിച്ചു വാങ്ങിയ റേഡിയോയിൽ അതീവ സന്തുഷ്ടനും സന്തോഷവാനുമാണെന്ന് കാണാൻ സാധിക്കും. ആണിരോഗം എന്നിട്ടും പൊട്ടിയത് റബ്ബർ ചെരുപ്പ് മാറ്റി വാങ്ങുന്നില്ല അല്ലെ. എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാണ് അദ്ദേഹം റേഡിയോ വാങ്ങുന്നത്. ആണിരോഗം വന്നു എന്നിട്ട് പുതിയ ചെരുപ്പ് വാങ്ങുന്നില്ല. പിന്നെയോ രാത്രിയും പകരം നോക്കാതെ തയ്യൽ ജോലി ചെയ്ത് സ്വരുക്കൂട്ടി പണം കൊണ്ട് റേഡിയോ വാങ്ങുന്നു. പിന്നെയോ പുകവലിക്കുന്ന ദുശീലം മാറ്റിവെച്ച് ആ പണം സമ്പാദിച്ച് റേഡിയോ വാങ്ങുന്നു. മദ്യപിക്കാതെ ആ പണം സമ്പാദിച്ച് റേഡിയോ വാങ്ങുന്നു. എല്ലാ വർഷവും മലയാറ്റൂരേക്ക് പോകുന്ന യാത്ര മാറ്റിവെച്ച് ആ പണം സമ്പാദിച്ചുകൊണ്ട് റേഡിയോ വാങ്ങുന്നു. അത്തരത്തിൽ ഒരു കഷ്ടപ്പാടിന്റെ, ഒരു ത്യാഗത്തിന്റെ മനോഭാവമായി നമുക്ക് ആരെ വിലയിരുത്താം? നമ്മുടെ ചാക്കുണ്ണിയെ. രാത്രി ഏറെ വൈകിയും ജോലി ചെയ്യുന്ന ഒരു ചാക്കുണ്ണി. കലക്കും കുഞ്ഞിനും വേണ്ടി ജീവിക്കുന്നവരെ കല ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചാക്കുണ്ണിയാണ്. കലാസ്വാദകനാണ്. റേഡിയോയിൽ നിന്ന് പാട്ട് കേൾക്കും, നാടകം കേൾക്കും, സിനിമ കേൾക്കും. കാരണം റേഡിയോ നമുക്ക് കേൾക്കാനല്ലേ പറ്റൂ. റേഡിയോയിൽ നിന്ന് പാട്ടും നാടകവും സിനിമയും കേൾക്കുന്ന ചാക്കുണ്ണി. പിന്നെ എന്താണ്? തൻ്റെ മക്കളോട്, ഭാര്യയോട്, കുടുംബത്തോട് അതീവ സ്നേഹമുള്ള ചാക്കുണ്ണിയെ കാണാം. നല്ല മനുഷ്യനാകാൻ സഹൃദയത്വം വേണം. നല്ലൊരു കലാസ്വാദകനാണ് ആര്? ചാക്കുണ്ണി എന്ന് പറയുന്നത്. കലാസ്വാദകനാണ്. തൊഴിലിനോട് ആത്മാർത്ഥത. തയ്യൽ ജോലി ചെയ്യുമ്പോൾ അതിനോട് പൂർണ്ണ ആത്മാർത്ഥതയുള്ള തൊഴിലാളി കൂടിയാണ് ചാക്കുണ്ണി എന്ന് പറയുന്നത്.
പറയുന്നത്. മക്കളോട് വളരെയധികം സ്നേഹം, തന്റെ മക്കളെ ഒരുപാട് സ്നേഹത്തോടും ലാളനയോടും പരിചരിക്കുന്ന ഒരു പിതാവിനെ കാണാൻ സാധിക്കും. രോഗം വന്നപ്പോൾ ജോലി ശ്രദ്ധ പാളുന്നു. തന്റെ ഇളയ മകന് രോഗം വന്നപ്പോൾ തന്റെ ജോലിയിൽ നിന്നും ശ്രദ്ധ മാറി തന്റെ മകനിലേക്ക് ശ്രദ്ധ മാറിയ ഒരു പിതാവിന്റെ ദുഃഖത്തെയും സ്നേഹത്തെയും കരുതലിനെയും ഏതൊരു കഥാപാത്രത്തിൽ കാണാൻ സാധിക്കും? ചാക്കുണ്ണി എന്ന കഥാപാത്രം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ ലടാ. പിന്നെ എന്താണ്, ഈ റേഡിയോയും പാട്ടൊക്കെ എനിക്കത്ര പിടുത്തില്ല, മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടോളെ, ആ നേരം വല്ല പണിയും എടുത്താൽ 4 കാശുണ്ടാക്കാം. തന്നിരിക്കുന്ന സൂചനയോടൊപ്പം കഥയിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് ചെമ്പ് മത്തായി എന്ന കഥാപാത്രം നിരൂപണം ചെയ്യുക. ചെമ്പ് മത്തായി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനാണ് ചോദ്യം. 6 മാർക്കിന് ചോദ്യം. അപ്പൊ മക്കളെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ എല്ലാം പോയത് കഥാപാത്ര നിരൂപണമാണ്. ഇപ്പൊ മലയാളം സെക്കൻഡിൽ പ്രധാനമായും ചോദ്യങ്ങൾ വരിക കഥാപാത്ര നിരൂപണമായിരിക്കും. ഇപ്പൊ എന്താണ്, ചാക്കുണ്ണി നമ്മൾ നിരൂപണം ചെയ്തു, ഇനി ചെമ്പ് മത്തായി നമ്മൾ നിരൂപണം ചെയ്യാൻ പോകുന്നു. നോക്കാം. ഈ സന്തോഷ് കുമാറിന്റെ പണയം എന്ന ചെറുകഥയിലെ ശ്രദ്ധേയനായ കഥാപാത്രമാണ് ചെമ്പ് മത്തായി. ചെമ്പ് മത്തായിയുടെ പണപ്പെട്ടിയും അത് കൈകാര്യം ചെയ്യുന്നത് ചെമ്പ് മത്തായിക്കുള്ള സൂക്ഷ്മതയും അവതരിപ്പിച്ചുകൊണ്ടാണ് പണയം എന്ന ചെറുകഥ ആരംഭിക്കുന്നത്. പണം പലിശയ്ക്ക് കടം കൊടുക്കുന്ന മുതലാളിയാണ് ചെമ്പ് മത്തായി. വ്യക്തിബന്ധങ്ങളെക്കാൾ അയാൾ പണത്തിന് വിലമതിക്കുന്നു. തന്റെ മുന്നിലെത്തുന്ന പണയ വസ്തുക്കൾക്കെല്ലാം കൃത്യമായി നമ്പറിട്ട് സൂക്ഷിക്കുന്നു. ആ നമ്പറിനപ്പുറം പണയ വസ്തുവിനോട് പ്രത്യേകിച്ച് ഒരു ആഭിമുഖ്യവും ചെമ്പ് മത്തായിക്കില്ല, അല്ലേ? പണം മാത്രം ലക്ഷ്യം വെക്കുന്ന മാനുഷിക നന്മകൾക്കോ മാനുഷിക മൂല്യങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സൗഹൃദ ബന്ധങ്ങൾക്കോ വ്യക്തിബന്ധങ്ങൾക്കോ കുടുംബ ബന്ധങ്ങൾക്കോ യാതൊരു തരത്തിലും ഒരു പരിഗണന കൊടുക്കാത്ത ഒരു കൊല്ലപ്പലിശക്കാരനായി ആര് ചിത്രീകരിക്കപ്പെടുന്നു? കഥയിൽ നമ്മുടെ ചെമ്പ് മത്തായി ചിത്രീകരിക്കപ്പെടുന്നു കാണാൻ സാധിക്കും. പിന്നെന്താണ്, ചാക്കുണ്ണിക്ക് റേഡിയോയുമായുള്ള വൈകാരിക ബന്ധം ശ്രദ്ധിക്കാൻ ചെമ്പ് മത്തായി കഴിഞ്ഞില്ല. ഒരു മനുഷ്യന്റെ ഉള്ളിലെ വ്യക്തിത്വം, വൈകാരിക ബന്ധം, സ്നേഹബന്ധം ഇവയൊന്നും അറിയുവാനോ ശ്രദ്ധിക്കുവാനോ ആർക്ക് കഴിവില്ല? ചെമ്പ് മത്തായിക്കില്ല. അയാൾക്ക് പണം 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 സ്വാർത്ഥത എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നാട്ടിലെ പല പ്രമുഖരുടെയും സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വിലയേറിയ വസ്തുക്കൾ പണയ വസ്തുവായി സ്വീകരിച്ച ചെമ്പ് മത്തായി ചാക്കുണ്ണി റേഡിയോയെ നിസ്സാരമായി കാണുന്നു. മാനുഷിക മൂല്യങ്ങൾക്കൊന്നും പണത്തിനപ്പുറം വിലയില്ലെന്ന് കരുതുന്ന ചെമ്പ് മത്തായി മക്കളെ പോലും തല്ലി വളർത്തണമെന്ന പക്ഷക്കാരനാണ്, അല്ലേ? മക്കളെ പോലും തല്ലി വളർത്തണമെന്ന പക്ഷക്കാരനാര് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പ് മത്തായി എന്ന് പറയുന്നത്. മക്കളെ പോലും തല്ലി വളർത്തണമെന്നാണ് ചെമ്പ് മത്തായി പറയുന്നത്. അത്രമാത്രം വ്യക്തിബന്ധങ്ങളോടോ സാമൂഹിക ബന്ധങ്ങളോടോ കുടുംബ ബന്ധങ്ങളോടോ ആർക്ക് താല്പര്യമില്ല? നമ്മുടെ ചെമ്പ് മത്തായിക്ക് താല്പര്യമില്ല എന്ന് കാണാൻ സാധിക്കും. പിന്നെന്താണ്, തന്റെ അപ്പൻ വളർത്തിയ രീതി തന്നെ താൻ തന്റെ മക്കളോടും സ്വീകരിക്കുമെന്നതാണ് അയാളുടെ പക്ഷം. കലകൾക്ക് ജീവിതത്തിൽ സ്ഥാനം നൽകാത്ത ചെമ്പ് മത്തായിക്ക് ചാക്കുണ്ണിയുടെ കലാകൃതിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വായനക്കാരുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ കഥാകൃത്ത് ചെമ്പ് മത്തായി അവതരിപ്പിക്കുന്നു, അല്ലേ? ചെമ്പ് മത്തായി എന്ന് പറയുന്നത് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. മാനുഷിക മൂല്യങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ കുടുംബ ബന്ധങ്ങൾക്കോ ആരും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. നമ്മുടെ ചെമ്പ് മത്തായി പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. മറിച്ച് പണം, സ്വാർത്ഥത എന്നീ ഒറ്റ ലക്ഷ്യം മാത്രമുള്ള കഥാപാത്രമായി ആര് മാറുന്നു? പണയം എന്ന കഥയിൽ നമ്മുടെ ചെമ്പ് മത്തായി മാറുന്നത് കാണാൻ സാധിക്കും. അപ്പൊ മക്കൾ, മലയാളം സെക്കൻഡിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ കഥാപാത്ര നിരൂപണങ്ങൾ കോഴിയും കിഴവിയും പണയം എന്നീ കഥയിലെ ഈ 5ഓളം വരുന്ന കഥാപാത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കഥാപാത്ര നിരൂപണത്തിൽ ഏത് ചോദ്യം ചോദിച്ചാൽ കൃത്യമായി ഉത്തരം അടയാളപ്പെടുത്താൻ പറ്റും. അപ്പൊ സെറ്റല്ലടാ, സെറ്റാണ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. താങ്ക് യു.